രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ തയ്യാറാകാതെ രമേശ് ചെന്നിത്തല. രാഹുൽ സംസാരിക്കാൻ എഴുന്നേറ്റെങ്കിലും ചെന്നിത്തല മുഖം കൊടുക്കാതെ NSS പരിപാടിയിൽ നിന്നും മടങ്ങുകയായിരുന്നു. അഖിൽ കെ നൽകും വിശദാംശങ്ങൾ. അഖിൽ കെ, ഈ NSSന്റെ പരിപാടിയിലാണ് ഈ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ചെന്നിത്തല ഈ വിഷയം രാഹുലിനെതിരായിട്ടുള്ള ആരോപണം ഉയർന്ന ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മുഖം കൊടുക്കാതെ നടന്നുപോകുന്ന ചെന്നിത്തലയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എങ്ങനെയാണ് സംഭവം? ശ്രുതി, തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ചെന്നിത്തലയുടെ മുഖത്തുള്ള ഒരു അതൃപ്തി വളരെ വ്യക്തമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ചെന്നിത്തല എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഒരാൾക്ക് കൈ കൊടുത്തു. അതിനുശേഷം ഒരു ഇടങ്ങണ്ണിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നിത്തല നോക്കുന്നുണ്ട്. ഈ നോട്ടത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്ന് കണ്ടതോടുകൂടിയാണ് പെട്ടെന്ന് നേരെ മുഖത്തോട്ട് തിരിഞ്ഞ് നേരെ മുൻപോട്ട് പോവുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ രമേശ് ചെന്നിത്തല തോളിൽ തട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുഖം കൊടുക്കാതെ നേരെ പോവുകയാണ്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തും ഒരു ജാളിതൊക്കെ കാണാൻ സാധിക്കും. കാരണം രമേശ് ചെന്നിത്തല വരുമ്പോൾ തന്നെ വേഗം ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷേ മുഖം കൊടുക്കാനോ ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ രമേശ് ചെന്നിത്തല പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോഴും നേതാക്കൾക്കിടയിൽ അതൃപ്തി. അതായത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഈ NSSന്റെ പരിപാടിക്ക് വന്ന സമയത്ത് ഈ നേതാക്കൾക്കിടയിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നേതാക്കൾക്ക്, അതായത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആൾ വീണ്ടും അവിടെ വന്നിരിക്കുമ്പോൾ നേതാക്കൾക്ക് അത് മോശം അഭിപ്രായം ഉണ്ടാക്കും, അല്ലെങ്കിൽ മോശം ചിന്താഗതി ഉണ്ടാക്കും എന്ന ചിന്ത നേതാക്കൾക്കിടയിലുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തോടുള്ള വിയോജിപ്പ് കൂടി രമേശ് ചെന്നിത്തല അവിടെ വ്യക്തമാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യാതൊരു വിധത്തിൽ, അതായത് ചെറിയൊരു നോട്ടം, ആ നോട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നേരെ മുൻപോട്ട് നോക്കി നടന്ന് നീങ്ങുകയാണ് രാഹുൽ ചെയ്യുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം രണ്ടു വശത്തേക്കൊക്കെ നോക്കിയ ശേഷം അവിടെ ഇരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഈ സമയത്ത് രണ്ടുപേരെയും മുഖത്ത് ഒരു, അതായത് ഇത്തരത്തിലൊരു അതൃപ്തി, കൃത്യമായ അതൃപ്തിയും അതുപോലെ തന്നെ ആ ഒരു അവിടെ വന്ന് നിന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും രമേശ് ചെന്നിത്തല മുഖത്തും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ NSSന്റെ പരിപാടിക്ക് ശേഷമാണ്, ഈ പരിപാടി കഴിഞ്ഞ് എല്ലാവരെയും പിരിഞ്ഞു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു നടപടി എന്തായാലും രമേശ് ചെന്നിത്തല ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രുതി, ഓക്കെ, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിന് മുഖം കൊടുക്കാതെ പോവുകയായിരുന്നു രമേശ് ചെന്നിത്തല. നാടകീയമായിട്ടുള്ള രംഗമാണ് NSSന്റെ പരിപാടിയിൽ ഉണ്ടായത്.